കേരളം കിഫ്ബിയിലൂടെ. പാലക്കാട് ആലത്തൂർ മണ്ഡലത്തിന്റെ ദീർഘകാലമായുള്ള വികസന സ്വപ്നങ്ങളാണ് കിഫ്ബി പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. പ്രധാന റോഡുകൾ, പാലങ്ങൾ നവീകരിച്ചതിന് പുറമെ കായികക്ഷമതയുള്ള സമൂഹത്തെ വളർത്തിയെടുക്കാൻ പൊതു കളിസ്ഥലങ്ങളും കിഫ്ബിയിലൂടെ യാഥാർത്ഥ്യമായി. ഇതോടെ ബ്രേക്കിംഗ് അവേഴ്സിന്റെ ഈ ഘട്ടം ഇവിടെ അവസാനിക്കുന്നു. വരുന്ന 1 മണിക്കൂർ വിഷ്ണു ആർ.കെ. ആനാടത്തും. നമസ്തേ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് അഥവാ കിഫ്ബി സംസ്ഥാനത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സുപ്രധാന പങ്കാണ് വഹിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ആലത്തൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി ഒട്ടേറെ വികസന പദ്ധതികൾ പൂർത്തീകരിച്ചു. ഒരിക്കലും സാധ്യമാവില്ല എന്ന് കരുതിയിരുന്ന പല പ്രൊജക്റ്റുകളും സാധ്യമാക്കിയത് കിഫ്ബിയുടെ നിർലോഭമായ സഹായത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആലത്തൂരിലെ നിരവധി സർക്കാർ വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കാൻ കിഫ്ബി പദ്ധതിയിലൂടെ സാധിച്ചു. പുതിയംഗം ഗവൺമെന്റ് UPS 1 കോടി രൂപ ചെലവിലും കിഴക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 5 കോടി രൂപ ചെലവിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. ഇവിടങ്ങളിലെല്ലാം തന്നെ പുതിയ സ്കൂൾ കെട്ടിടങ്ങളും ആധുനിക ക്ലാസ് മുറികളുമാണ് നിർമ്മിച്ചത്. ആലത്തൂർ തേങ്കുറിശി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 കോടി രൂപ ചെലവിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. കിഴക്കഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 5 കോടി, കോഴമന്നം ഗവൺമെന്റ് ഹൈസ്കൂളിലെ 7 കോടി, എരുമിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000, ആലത്തൂർ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3,90,00,000. ഇങ്ങനെ തുടങ്ങിയ ബൃഹത് പദ്ധതികൾ മാത്രമല്ല, മറ്റെല്ലാ ഗവൺമെൻറ് അപ്പർ പ്രൈമറി വിദ്യാലയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് ചില ഹൈസ്കൂളുകൾക്കും 1 കോടിയുടെ പദ്ധതി കൂടി കിഫ്ബിയിലൂടെ അനുവദിക്കുകയുണ്ടായി. ആലത്തൂർ മണ്ഡലത്തിലെ പ്രധാന റോഡുകളും പാലങ്ങളുമെല്ലാം കിഫ്ബിയുടെ ധനസഹായത്തോടെ നവീകരിക്കാൻ സാധിച്ചു. കണ്ണാടി പന്നിക്കോട് റോഡ് ഏതാണ്ട് 38 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നവീകരിക്കാൻ വേണ്ടി പോകുന്നത്. ആലത്തൂരിലെ പറക്കുന്നം പാലം അത് 15 കോടിയാണ് കിഫ്ബി പ്രഥമഘട്ടത്തിൽ അനുവദിച്ചിട്ടുള്ളത്. ഇത് കിഫ്ബിയുടെ നേരിട്ടുള്ള ഈ ഫണ്ടിങ് മാത്രമല്ല, കിഫ്ബിയുടെ ഫണ്ടിങ് ഇത്തരം മേഖലകളിൽ കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റ് ബജറ്റ് വിഹിതങ്ങൾ ചെലവഴിക്കേണ്ടത് മറ്റ് മാർഗങ്ങളിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി കഴിഞ്ഞു. ആലത്തൂരിന്റെ കായിക ഭൂപടത്തിലും കിഫ്ബി വിവിധ പദ്ധതികൾ അടയാളപ്പെടുത്തുന്നു. ആലത്തൂർ മണ്ഡലത്തിൽ 7 പഞ്ചായത്തുകളാണുള്ളത്. 9 കളിസ്ഥലങ്ങളാണ്, പൊതു കളിസ്ഥലങ്ങളാണ്. ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് 5 എണ്ണമാണ്, 4 എണ്ണം പൂർത്തീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനാവശ്യമായ കോടിക്കണക്കിന് രൂപ നമുക്ക് ലഭ്യമായത് കിഫ്ബിയുടെ ഫണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രവർത്തനങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് മറ്റിതര ബജറ്റ് പിന്തുണ ഇതിന് ഉറപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതുകൊണ്ട് പാലക്കാട്ടെ വ്യവസായ പാർക്കിനും കിഫ്ബിയുടെ ധനസഹായം ലഭ്യമാക്കുന്നുണ്ട്. ഇങ്ങനെ പാലക്കാടിന്റെ സമഗ്ര വികസനത്തിന് കിഫ്ബിയുടെ ധനസഹായം ഒരു നിർണായക ഘടകമായി മാറുന്നു.